നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കർണാടകയിലെ ഷിരൂരിൽ ഒരു മലയാളി ഉൾപ്പെടെ ഏതാനും ആളുകൾ അപകടത്തിൽപ്പെട്ടപ്പോൾ അവിടെ ഓടിയെത്തിയത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ബംഗളൂരു എന്ന സംസ്ഥാന തലസ്ഥാനത്ത് നിന്നും കിലോമീറ്ററുകൾ താണ്ടിയാണ് അദ്ദേഹം ഷിരൂരിൽ എത്തിയത്. എന്നാൽ ഇട്ടാവട്ടം പോലൊരു സംസ്ഥാനമായ കേരളത്തിൽ 5-6 മണിക്കൂർ കൊണ്ടൊരാൾക്ക് വയനാട്ടിലെത്താം. ഇനി ഹെലികോപ്റ്റർ ഉണ്ടെങ്കിലോ മിന്നൽ വേഗത്തിൽ വയനാട്ടിലെത്താം. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി വന്നില്ല. അതാണ് മുഖ്യമന്ത്രി. എന്നാൽ ഗവർണർ വരും. മുഖ്യമന്ത്രി ഇപ്പോൾ കർക്കിടക ചികിത്സയിലാണ്. ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയെങ്കിലോ ഇന്നലെ പുലർച്ചെ തന്നെ അദ്ദേഹം വയനാട്ടിലെത്തുമായിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകുമായിരുന്നു. വി മിസ് യു ഉമ്മൻചാണ്ടി എന്ന് മലയാളികൾ ആവർത്തിക്കാനുള്ള കാരണം ഇതാണ്. കർണാടക മുഖ്യമന്ത്രിക്കും പ്രായമുണ്ട്, രോഗങ്ങളുണ്ട്. എന്നാൽ ഏതാനും പേർ മാത്രം മരിച്ച ഷിരൂരിൽ അദ്ദേഹം എത്തി. ഒരു മലയാളിയെ കാണാതായത് വലിയ വാർത്തയായ സാഹചര്യത്തിലാണ് അദ്ദേഹം അവിടെ എത്തിയത്. അതിൽ കേരളത്തോടുള്ള സ്നേഹവും കടപ്പാടും ഉണ്ടായിരുന്നു. അർജുനെ കാണാതായപ്പോൾ കേരളമല്ല രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്, അത് കർണാടകമായിരുന്നു. അവർ അർജുനെ അവരുടെ മകനെ പോലെ കരുതി. വയനാട് ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ പിണറായിക്ക് പക്ഷേ ഒന്നും തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. നാളെ വയനാട്ടിൽ പ്രധാനമന്ത്രി വന്നാലും മുഖ്യമന്ത്രി സൗകര്യമുണ്ടെങ്കിൽ പോകും. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി. ആരെന്ത് കരുതുന്നു എന്നൊന്നും മുഖ്യമന്ത്രിക്ക് അറിയേണ്ട. താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. തലസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തിയതോടെ തീർന്നു മുഖ്യമന്ത്രിയുടെ വയനാട് സങ്കടം. എല്ലാം ഏകോപിപ്പിച്ചു എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇന്ത്യൻ സർക്കാർ കേരളത്തിന് നൽകിയ സംഭാവനകൾ ഓർത്തതേയില്ല. മുഖ്യമന്ത്രി വയനാട്ടിൽ ചെന്നിട്ട് എന്താണ് നേട്ടമെന്ന് ചോദിക്കരുത്. മുഖ്യമന്ത്രി അവിടെ ചെന്നാൽ ചിത്രം മാത്രം. അഹോരാത്രം പണിയെടുക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് അത് വലിയ ആശ്വാസമായി മാറും. എന്നാൽ പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു പിണറായി. പണ്ട് കസ്തൂരിരംഗനും മാധവ് ഗാഡ്ഗിലും പ്രവാചക ശബ്ദത്തിൽ പറഞ്ഞ സത്യങ്ങൾ അനുസരിക്കാത്തതിന്റെ ഫലമാണ് നിരപരാധികൾ അനുഭവിക്കുന്നത്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഉരുൾപൊട്ടലുണ്ടായ 2019 സർക്കാർ തന്നെ മുൻകൈയെടുത്ത് നടത്തുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ സംബന്ധിച്ച പഠനത്തിൽ ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിലെ നിർദ്ദേശങ്ങൾ പരിഗണിക്കാൻ തീരുമാനിച്ചിരുന്നു. 3 മാസത്തിനകം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചത്. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. എന്നാൽ ഇത് പതിവ് പോലെ പിണറായിയുടെ വാചകമടിയായിരുന്നു. മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ വീണ്ടും പരിഗണിക്കുകയാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പാലാ ഉപതെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിച്ചു. പാലായോട് ചേർന്ന പ്രദേശങ്ങളെ കസ്തൂരിരംഗൻ, ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾ നടപ്പിലാക്കിയാൽ ദോഷകരമായി ബാധിക്കുമെന്നതായിരുന്നു കാരണം. മാണി സി കാപ്പൻ ആദ്യമായി ജയിച്ചത് ആ തെരഞ്ഞെടുപ്പിലായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ MP ഓഫീസ് SFI അടിച്ചു തകർത്ത സംഭവവും ഈ റിപ്പോർട്ടുകളുടെ ഭാഗമായിരുന്നു. 2018 പിണറായി സർക്കാർ തന്നെ പുറത്തിറക്കിയ ഒരു ഉത്തരവാണ് അടിച്ചു തകർക്കലിലേക്ക് നയിച്ചത്. ഈ റിപ്പോർട്ട് സുപ്രീം കോടതി ശരിവെച്ച് തുടർ നടപടികളിലേക്ക് പ്രവേശിച്ചിരുന്നു. പൂർണ്ണമായും സുപ്രീം കോടതിയുടെ വിവേചനാധികാരത്തിൽ നിൽക്കുന്ന ഒരു വിഷയത്തിലാണ് രാഹുൽ ഗാന്ധി MPയുടെ ഓഫീസ് ആക്രമിക്കപ്പെട്ടത്. സുപ്രീം കോടതി നിർദ്ദേശിച്ച ബഫർ സോണിൽ ഇളവ് വരുത്താൻ സംസ്ഥാന സർക്കാരുകൾ അപേക്ഷ നൽകണമെന്നാണ് കോടതി ഉത്തരവിലുള്ളത്. എന്നാൽ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഒരു സർവകക്ഷി യോഗം പോലും വിളിച്ചു ചേർത്തില്ലെന്ന വിമർശനങ്ങൾക്കിടെയാണ് SFI സംഘം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലി തകർത്തത്. സംസ്ഥാനത്തെ എല്ലാ വന്യജീവി സങ്കേതങ്ങളുടെയും 1 കിലോമീറ്റർ ചുറ്റളവിൽ ബഫർ സോൺ നിർണയിക്കണമെന്ന് കാണിച്ച് സുപ്രീം കോടതി ഇറക്കിയ ഉത്തരവിൽ ഇങ്ങനെ പറയുന്നു: പൊതുജന താൽപര്യാർത്ഥം ഈ ദൂരപരിധിയിൽ ഇളവ് ആവശ്യമെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര ഭരണ സ്ഥാപനങ്ങൾക്കും സുപ്രീം കോടതി നിയോഗിച്ച എംപവേർഡ് കമ്മിറ്റിയെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെയും സമീപിക്കാം. ഈ ഏജൻസികൾ ഇത് സംബന്ധിച്ച കോടതിയിൽ ശുപാർശ സമർപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ആവശ്യമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യമുന്നയിച്ചിരുന്നു. കേരളത്തിലെ പ്രത്യേക സാഹചര്യം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘം കേന്ദ്രമന്ത്രിയെ കാണണമെന്ന് കർഷക സംഘടനകളും ആവശ്യപ്പെട്ടു. എന്നാൽ സംസ്ഥാന സർക്കാർ നീക്കങ്ങളൊന്നും നടത്തിയില്ല.
പകരം ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിഷയങ്ങൾക്ക് സമാനമായ പ്രക്ഷോഭം മുന്നിൽ കണ്ട ഇടതുമുന്നണി വിവിധ ജില്ലകളിൽ ഹർത്താൽ പ്രഖ്യാപിച്ച് വിഷയം കേന്ദ്രത്തിനെതിരെ തിരിച്ചുവിട്ടു. കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ട രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്ക് കത്തയച്ച നടപടിയും ചോദ്യം ചെയ്തു. ഇതിന് പിന്നാലെയാണ് പാർട്ടി നേതാക്കളുടെ നിലപാട് ഏറ്റെടുത്ത് SFI പ്രവർത്തകർ കൽപ്പറ്റയിൽ അക്രമം നടത്തിയത്. ബഫർ സോൺ ഉത്തരവിൽ രാഹുൽ ഗാന്ധി ഇടപെടുന്നില്ല എന്നാരോപിച്ചായിരുന്നു അതിക്രമം. ഓഫീസിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറി സാധനങ്ങൾ അടിച്ചു തകർത്തു. പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറിയതോടെ പോലീസ് ലാത്തിവീശി. പോലീസ് ലാത്തിചാർജിൽ DYFI നേതാക്കൾക്കും പരിക്കുണ്ട്. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റതോടെയാണ് കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ട് വേണ്ടെന്ന് വെക്കാൻ പിണറായി തീരുമാനിച്ചത്. അതോടെ നമ്മുടെ നാടിന്റെ സമാധാനം നഷ്ടമായി. വയനാട് ദുരന്തമുണ്ടായ ഉടനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന പോസ്റ്റർ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. മകൻ മരിച്ചാലും സാരമില്ല, മരുമകളുടെ താലി അറ്റാൽ മതിയെന്ന ചിന്താഗതിയാണ് ഇതിനു പിന്നിൽ. പണ്ടും പ്രളയകാലത്ത് ഇത്തരത്തിൽ കോടികളാണ് പിരിച്ചത്. വയനാട്ടിൽ ചെന്ന് ദുരിതബാധിതരെ ആശ്വസിപ്പിക്കുന്നതിന് പകരമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ദുരിതാശ്വാസ നിധിയിൽ സംഭാവന നൽകണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആവശ്യം. സാധനങ്ങൾ വാങ്ങി നൽകരുതെന്ന് നിർദ്ദേശമുണ്ട്. ഇതാണ് സർക്കാരിന്റെ ആർത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും പ്രളയ ദുരിതാശ്വാസത്തിനായി ലഭിച്ച തുകയിൽ പകുതി പോലും സർക്കാർ ചെലവാക്കിയില്ല. ധനസമാഹരണാർത്ഥം മുഖ്യമന്ത്രി നടത്തിയ ഗൾഫ് സന്ദർശനം വെറും വിനോദയാത്ര മാത്രമായി എന്ന ആക്ഷേപമുണ്ടായിട്ടും ഇവിടെ നിന്നും സമാഹരിച്ച തുകയുടെ കണക്ക് പുറത്തുവിടാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. തീർത്തും പരാജയപ്പെട്ട ഒരു സംഭവമായിരുന്നു പ്രളയ ദുരിതാശ്വാസം. സർക്കാർ നൽകുമെന്നേറ്റ 10,000 രൂപ പോലും നൽകിയില്ല. ഇത് കിട്ടാതെ വന്നപ്പോൾ VSന്റെ സഹോദരി മാധ്യമങ്ങളോട് അക്കാര്യം തുറന്നു പറഞ്ഞ സന്ദർഭം വരെയുണ്ടായി. പ്രളയം വന്നാലും ഇല്ലെങ്കിലും സർക്കാർ അനുഭവിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. എന്നാൽ പ്രളയത്തിന്റെ പേര് പറഞ്ഞ് സാമ്പത്തിക അരക്ഷിതാവസ്ഥയെ മൂടിവെക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. അതേസമയം സർക്കാർ നടത്തുന്ന ധൂർത്തിന് ഒരു കുറവുമുണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെയും ഉദ്യോഗസ്ഥ സംഘത്തിന്റെയും വിദേശയാത്ര ഇതിന് ഉദാഹരണമാണ്. ജനങ്ങളെ മുണ്ടുമുറുക്കാൻ ഉപദേശിച്ച ശേഷം സർക്കാർ പണം ധൂർത്തടിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാർ നടത്തിയ ധൂർത്തിന് കയ്യും കണക്കുമില്ല. പത്രങ്ങളിലും ചാനലുകളിലും പരസ്യം നൽകാൻ ചെലവഴിച്ചത് കോടികൾ. പ്രളയ ദുരിതാശ്വാസ നിധി പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിക്കണമെന്ന ആവശ്യം സർക്കാർ കേട്ടതായി പോലും നടിച്ചില്ല. അങ്ങനെ സൂക്ഷിച്ചിരുന്നുവെങ്കിൽ കൃത്യമായ കണക്ക് സർക്കാരിന് പറയേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അക്കൗണ്ട് എന്ന ആശയം മുളയിലെ നുള്ളിക്കളഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.